ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കിയതാണ് രാജ്യത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. നീറ്റ് ചോദ്യപേപ്പർ വീണ്ടും ചോർന്നുവെന്ന വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുനഃപരീക്ഷ അടുത്തിരിക്കെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ടെലിഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തിയത്. 22 വരെ കേന്ദ്ര IT മന്ത്രാലയമാണ് ആപ്പിന് വിലക്കേർപ്പെടുത്തിയത്. പേപ്പർ ലീക്ക്, നീറ്റ്, റീനീറ്റ് തുടങ്ങിയ ടെലിഗ്രാം ചാനലുകൾ വഴി ചോദ്യപേപ്പർ പരസ്യപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടെലിഗ്രാം ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. തട്ടിപ്പുകാരെ തടയാൻ പ്ലാറ്റ്ഫോം പൂർണ്ണമായും അടച്ചിടുന്നത് നീതിയല്ല എന്നാണ് ടെലിഗ്രാമിന്റെ വാദം. ഇതാരുടെ പിഴവാണ്? കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ പിഴവാണെങ്കിൽ എന്തിനാണ് ടെലിഗ്രാമിനെ പഴിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, നോക്കൂ, ഒരു വലിയ പാളിച്ചയുണ്ടായി, പിഴവുണ്ടായി, പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു, വീണ്ടും പുനഃപരീക്ഷ നടത്താൻ പോകുന്നു. അതിന് മുന്നോടിയായി ഒരു ആപ്പ് ഒന്നാകെ അങ്ങ് ബാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുകയാണ്. അതിന് എന്തെന്ന് പറയണം? അതിന് നമ്മൾ മലയാളത്തിൽ സാധാരണ പഴമക്കാർ വിളിക്കുന്ന ഒരു സംഗതിയില്ലേ, എലിയെ പിടിച്ച് എല്ലാം ചുടുക എന്നൊക്കെ പറയാം എന്നതിൻ്റെ ഒരു വേർഷനാണിത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ശാസ്ത്രീയമായതും പഴുതടച്ചതും കൃത്യതയുള്ളതും സമഗ്രവുമായ ഒരു പരിപാടി ഇവരുടെ കയ്യിലില്ല. ഇവർ അന്താളിച്ച് നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. നേരത്തെ ഇപ്പം ദിവ്യ പറഞ്ഞില്ലേ, ടെലിഗ്രാം ഇത്ര ദിവസത്തേക്ക് നിരോധിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അതിന് പല ലെയറുകൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ തന്നെ അധികൃതർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഷോപ്പുകളിലെ മോഷണം തടയാൻ എല്ലാ മാളുകളും ഷോപ്പുകളും അടച്ചിടാനുള്ള തീരുമാനമെടുക്കാം, ഓവർ സ്പീഡ് തടയാൻ റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്ന തീരുമാനമെടുക്കാം. അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം. അത് വളരെ ന്യായമായ ചോദ്യമാണ്. ഈ ടെലിഗ്രാം എന്ന് പറയുന്ന സംഗതി ഇതിൻ്റെ സർക്കുലേഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോം ഇവിടെ അവൈലബിൾ ആണ്. സിഗ്നൽ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, വാട്സാപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. എത്ര പ്ലാറ്റ്ഫോമുകളുണ്ട് ഒരു സംഗതി വേഗത്തിൽ പ്രസരിപ്പിക്കാൻ? ഇത് ചോരുന്നു എന്നാണല്ലോ ബേസിക് പ്രശ്നം. എവിടെ നിന്ന് ചോരുന്നു? ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന്, ഇത് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തു നിന്ന്, ഒരിക്കലും ചോരാൻ പാടില്ലാത്ത സ്ഥലത്തു നിന്ന് ഇത് ചോരുന്നു. അതാണ് ഇതിൻ്റെ മൗലികമായ പ്രശ്നം. അതടയ്ക്കാൻ പറ്റുന്നില്ല. ഇവരാകെ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ദിവ്യ നീറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ ദിവ്യയുടെ മൂക്കുത്തി അഴിപ്പിക്കും, ദിവ്യയുടെ കമ്മലഴിപ്പിക്കും, കയ്യിലുള്ള വാച്ച് അഴിപ്പിക്കും, ശരീരം മുഴുവൻ പരിശോധിക്കും. ഇനി എവിടെയെങ്കിലും വല്ല ബട്ടൺ ഉണ്ടെങ്കിൽ അത് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയും. അങ്ങനെ ആ പരിശോധന കണ്ടാൽ തോന്നും അമേരിക്കയിലേക്ക്, ഇപ്പോൾ അതിന് സമാനമായൊരു സംഗതി കണ്ടത് അമേരിക്കയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ പോയ പാവം പിടിച്ച പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പരിശോധിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ചെക്കാണ് ഇന്ത്യയിലെ നീറ്റ് പരീക്ഷ. അതുകൊണ്ട് നമുക്ക് തോന്നും ലോകത്ത് ഇത്രയും പഴുതടച്ച ഒരു പരീക്ഷ വേറെയിരുന്ന്. ഏക പ്രഹസനം ഇത് മാത്രമാണ്. ഏക പ്രഹസനം, സെക്യൂരിറ്റിയുടെ പേരുള്ള ഏക പ്രഹസനം ഇത് മാത്രമാണ്. ഇതിൽ വിശ്വസിച്ച് പാവം പിടിച്ച അതുണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. ഈ പരിശോധന ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ടല്ലോ. നമ്മൾ പഠിച്ച് നമ്മുടെ ഒരു ബോധ്യത്തിൽ ചെല്ലുമ്പോൾ ഈ പരിശോധിച്ച് നിങ്ങൾ ക്രിമിനലുകളാണ്, നിങ്ങൾ കള്ളന്മാരാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിധിവിട്ട പരിശോധന, ആ ട്രോമയെ അതിജീവിച്ചിട്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോകാൻ. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? ഇത് വെറും തട്ടിപ്പാണെന്നും വേറെ ഉന്നതന്മാർ ഓൾറെഡി ഇത് മൊത്തം ലീക്ക് ചെയ്ത് കഴിഞ്ഞ് പരീക്ഷാ പേപ്പറിൽ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാവുകയാണ്. സോ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര തവണ സംഭവിച്ചു? 2ാം മോഡി സർക്കാരാണ് നീറ്റ് കൊണ്ടുവരുന്നത്, എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി ഏക സംവിധാനം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വന്നിട്ടുള്ള തട്ടിപ്പുകളുടെ കണക്ക് ഇങ്ങനെ എടുത്തു നോക്കാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതിനകത്തുണ്ട് കുഴപ്പം. അതല്ലേ ഇവർ ആദ്യം പരിഹരിക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ തട്ടിപ്പുണ്ടാവുന്നു, അവിടെ ഒരു 67 പേർക്ക് മൊത്തം മാർക്ക്, അതിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 6 പേർക്ക്, ഒരേ സ്ഥലത്ത് പഠിക്കുന്നവർക്ക്, ഒരേ സ്ഥലത്ത് താമസിക്കുന്ന 6 പേർക്ക് ഫുൾ മാർക്ക്. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തത്. അപ്പോൾ ആൾക്കാരെ ചോദിച്ചിട്ട് ഗ്രേസ് മാർക്ക് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് മാനദണ്ഡത്തിൽ, എത്ര പേർക്ക്, എങ്ങനെ കൊടുത്തു? അതിന് മറുപടിയില്ല. എന്നിട്ടും ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ തന്നെ ഇരിക്കുകയാണ്, അവരെ ഒന്നും മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല. അപ്പോൾ അതിനകത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിനകത്ത് BJP നേതാക്കളുടെ അമ്മാവനും അളിയനും ഒക്കെ അതിനകത്ത് കാണുകയാണ്. എന്ന് വെച്ചാൽ ഭരണകൂട ബന്ധുക്കളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഒരു വമ്പൻ ഏർപ്പാടാണ്. ആൻഡ് പ്ലസ് ഈ പറയുന്ന ഈ കോച്ചിങ് മാഫിയ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നാണ് എൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിനെക്കുറിച്ച് നരേന്ദ്രമോദി മിണ്ടുമോ? നരേന്ദ്രമോദി എപ്പോഴാണെന്നറിയോ? നരേന്ദ്രമോദി എല്ലാ പരീക്ഷയുടെ മുമ്പ് അദ്ദേഹം ഒരു പരീക്ഷാ പേജ് ചർച്ച നടത്തും. കുട്ടികളെ, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം. എങ്ങനെ പരീക്ഷകളെ നേരിടണം, എങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാവണം, എങ്ങനെ കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നാൽ അദ്ദേഹം ഇതെല്ലാം കൊടുത്തിട്ട് പരീക്ഷ പാളുമല്ലോ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷയുടെ പേപ്പറും ചോർന്ന് ആ പരീക്ഷയെ റദ്ദാക്കി കേരളം നാട് മുഴുവൻ മുങ്ങി നിൽക്കും. അദ്ദേഹത്തെ പരിസരത്ത് കാണില്ല. ഇത് ഈ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേജ് ചർച്ചയിലൊരു ഒന്നുമില്ല. അദ്ദേഹം അതിന് മുമ്പ് മാത്രമേ ഉള്ളൂ. അല്ലെ പരീക്ഷയെക്കുറിച്ച് ഇത്രയും കൺസേണുള്ള, എല്ലാത്തിനകത്തും ഇടപെടുന്ന മോദി ഈ പരീക്ഷ ഇത്രയും തകർന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ വീണ്ടും ഇത് പഠിച്ചെഴുതണം, അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഈ മോദി തയ്യാറാവണ്ടേ? മക്കൾക്ക് വിഷയമല്ല അത് അവരുടെ വിഷയമല്ല. അത് നിങ്ങൾ നോക്കൂ, 2014 അധികാരത്തിൽ വരുമ്പോൾ GDP എത്ര % ഉണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസത്തിന് മാറ്റി വെച്ചത്? ഇപ്പോൾ എത്ര % ഉണ്ട്? അവരതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന്. ബേസിക് പ്രശ്നം എന്ന് അറിയാമോ?
അങ്ങനെ വിദ്യാഭ്യാസ രംഗം നവീകരിച്ചിട്ട് ആധുനികമാക്കിയിട്ട് അതിനെല്ലാം പുതിയതാക്കി മാറ്റിയിട്ട് കിട്ടുന്ന വോട്ടൊന്നും വേണ്ടെന്ന്, അല്ലാതെ വോട്ട് കിട്ടാനുള്ള പരിപാടി അറിയാവുന്നു. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗം നവീകരിക്കുക, നിങ്ങളുടെ സ്കൂൾ നന്നാക്കുക, നിങ്ങളുടെ പ്രൈമറി സ്കൂളിലെ നിലവാരം നന്നാക്കുക. ഉത്തർപ്രദേശൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചോറും അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ബെതറിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, കറി പോലും ഇല്ല ഈ പൊതുവിദ്യാലയങ്ങൾ. അതൊന്നും നന്നാക്കിയിട്ട് കിട്ടുന്ന വോട്ട് വേണ്ടെന്ന്, അല്ലാതെ വോട്ട് കിട്ടാനുള്ള പരിപാടി അറിയാമെന്ന് പറഞ്ഞില്ലേ ഈ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനമാകുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ആൾക്കാരെ പർച്ചേസ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഏതൊക്കെ പാർട്ടി ആരെല്ലാം പർച്ചേസ് കൊണ്ടിരിക്കുന്നത്, എല്ലാ പാർട്ടി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗം നന്നാക്കിയിട്ട് നിങ്ങൾ യുവാക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കിട്ടുന്ന വോട്ട് വേണ്ട. കൂടുതൽ യുവാക്കൾ ഇറങ്ങിയാൽ നിങ്ങളെ UAPA ചുമത്താനും സാബിനറിയാം. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ടെലിഗ്രാമിനെ അങ്ങോട്ട് നിരോധിച്ചാൽ ഈ പ്രശ്നം തീരുമോ? ആൾക്കാർക്ക് വേറെ എന്തെല്ലാം തരത്തിലുള്ള ആപ്പുകൾ വഴി ഈ സംഗതി പ്രസരിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പം ഞാൻ പറയുന്നത് ഇതിലൊരു കാര്യമുള്ളൂ, ബേസിക് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയില്ല എന്നുള്ള ഒന്ന്, രണ്ട് ഉദ്ദേശമില്ല എന്നുള്ളത്. ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ശേഷിയില്ല. എന്താണ് സംഭവം? കള്ളപ്പണം വന്നു. കള്ളപ്പണം നിരോധിക്കാൻ എന്ത് ചെയ്യണം? അത് വലിയ അഴിമതി കേസാണ്. അത് പറഞ്ഞതിന് മുമ്പ് കള്ളപ്പണം വന്നു. കള്ളപ്പണം നിരോധിക്കാൻ നോട്ട് മൊത്തം കൂടി നിരോധിക്കുക ഒരു പരിപാടിയായിരുന്നു. ആരൊക്കെ അതിൻ്റെ കെടുതി അനുഭവിച്ചത്? നാട് മുഴുവൻ കെടുതി അനുഭവിച്ചത്. അവർക്ക് വിഷയമല്ല, അവർ നിരോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഒറ്റയടിക്ക് മോദി രാത്രി പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് രാത്രി നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുക, എങ്ങോട്ടേക്കും പോകരുത്. ഈ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന 10,000-കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരെന്ത് ചെയ്യും? അവർ റോഡിൽ കൂടെ നടക്കുന്ന നമ്മൾ കണ്ടു, ചെരുപ്പ് വീഴുക കണ്ടു, കുഞ്ഞുങ്ങളടക്കം സൂട്ട് കേസിൻ്റെ പുറത്തിരുന്ന് നിരങ്ങി നടക്കുന്ന കണ്ടതല്ലേ. അപ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടായില്ല. ഒരു സാധനം നിരോധിക്കുമ്പോൾ അതിന് ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു പരിപാടിയില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ ടിക്ടോക്ക് നിരോധിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആപ്പായിരുന്നു ടിക്ടോക്ക് നിരോധിച്ചു. നിരോധനമാണ് പ്രധാനപ്പെട്ട പരിപാടി എല്ലാത്തിനും. അതൊരു വശത്താണ്. മൂന്നാമത്തെ ഒരു ഘടകമുണ്ട്, ഈ നിരോധിക്കുന്നതിനൊക്കെ ബെനിഫിഷ്യറീസ് വേറെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ എൻ്റെ ബെനിഫിഷ്യറി ആരെന്നറിയോ? മെറ്റ, സക്കർബർഗ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ അന്ന് പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലാണ് പോപ്പുലർ. അന്നത്തെ റീലായിരുന്നു ഇത് ടിക്ടോക്ക്. അത് ലോകം മുഴുവനുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണ്? ഇന്നത്തെ ഇന്ത്യയിലെ BJPക്ക് അനുകൂലമായിട്ടുള്ള പോളിസീസ് വെക്കുകയും BJPക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ എന്താണ് ഈ പറയുമല്ലോ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള കണ്ടന്റ് റിമൂവൽ അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ ഹെയ്റ്റ് ഇതൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥലമായിട്ട് വാട്സാപ്പും ഫേസ്ബുക്കും മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താ? BJPക്ക് അനുകൂലമായിട്ടുള്ള പോളിസി എടുക്കും, BJP തിരിച്ചും സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടിയത് ആർക്കാണ്? റീലാണ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് കാണുക. അപ്പോൾ അതൊക്കെ നിരോധിക്കുന്നതിൻ്റെ വേറെ ബെനിഫിഷ്യറീസ് വേറെ ഉണ്ട്. കള്ളപ്പണത്തിൻ്റെ പേര് പറഞ്ഞ് നോട്ട് നിരോധിച്ചപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള കോടിക്കണക്കിലൂടെ അഴിമതി വേറെ നടന്നിട്ടുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. ടെലിഗ്രാം നിരോധിച്ച് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചതിന് ശേഷം ഇനി ഇപ്പോൾ അംബാനിയോ അദാനിയോ വല്ല വന്ദേ ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സാധനം പ്ലാൻ ചെയ്യുന്നുണ്ടോ, അത് വരാൻ പോകുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇത് നാട് നന്നാക്കാനും അല്ലെങ്കിൽ ഈ ആശങ്കയിലായ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാനാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് എന്തൊക്കെയോ കാർഡടച്ച് വെടിവെക്കാനും നിരോധിക്കാനും നമ്മളെ കുഴപ്പത്തിലാക്കാനും അല്ലാതെ ഒരു ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് പരിപാടി അവർക്ക് അറിയാവുന്നതല്ല. നമ്മൾ അതിൻ്റെ ഇരകളാണ്. സാജു, ഇത് സത്യത്തിൽ നടത്താൻ കഴിയില്ലെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിച്ചിട്ടേ അതിന് വേറെ വല്ല സംവിധാനം ഒരുക്കുന്നതായിരിക്കില്ല നല്ലത്. അതായത് ഇതിനകത്ത് തമാശ എന്താന്ന് പറഞ്ഞാൽ, ഇത് ആരുടെ ആവശ്യപ്രകാരമാണ് ഈ ആപ്പ് താൽക്കാലികമായി വിലക്കിയിരിക്കുന്ന ടെലിഗ്രാമിനെ? NDAയുടെ ആവശ്യപ്രകാരം. എവിടുന്നാണ് ഇത് ചോർന്നത്? NDAയിൽ നിന്ന്. NDAയിലെ സബ്ജക്ട് വിദഗ്ധരുടെ കയ്യിൽ നിന്നാണ് ഇത് ചോർന്നതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണം. അപ്പോൾ ടെലിഗ്രാം എന്ത് കുറ്റം ചെയ്തു? അപ്പോൾ അതിന് കുറച്ച് മറുപടികളുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട ടെലഗ്രാമിലൂടെ വ്യാജ പ്രചരണം നടന്നു. ബീഹാറും രാജസ്ഥാനും ഗുജറാത്തും അവിടെ കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. എന്നാ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതങ്ങോട്ട് പൂട്ടിയേക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അതായത് ആരോ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി 10,000 20,000 രൂപയൊക്കെ ഈ തട്ടിപ്പ് നടത്തിയിട്ട് വാങ്ങിയെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചോർന്നതൊന്നും അവിടുന്നൊന്നും അല്ല. അതൊക്കെ ഇവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇതിനെ ഭയങ്കര സുരക്ഷിതമായിട്ട് നടത്താൻ പോകുന്നു, ഇതാ എല്ലാം സുതാര്യമായി കഴിഞ്ഞു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പണിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും രാജ്യത്ത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി ആപ്പ് വിലക്കിയിരിക്കുന്നു, ഒരു ആപ്പിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് തൂരോട്ട് കളയുക എന്ന പരിപാടിയൊക്കെ, എന്നിട്ട് പറയുകയാണ് 30-ാം തീയതി വരെ അതിനകത്തുള്ള സന്ദേശങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന്. വെറും 12ാം ക്ലാസ്സിലെ പിള്ളേർ വന്നിട്ട് പറയാണ് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുകയാണ്. CBSE കുട്ടികൾ വന്നിട്ട് ഇൻസ്റ്റയിലും മറ്റും അല്ല ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴും എന്ന് തെളിയിച്ചിട്ട് പോവുകയാണ്. അതായത് ഏതോ മൊബൈൽ കണക്ഷൻ അല്ലെങ്കിൽ വൈഫൈ കണക്ഷനിലൊക്കെ ഉള്ളതൊക്കെ തടഞ്ഞു, ഇപ്പോഴും VPN വഴി ആപ്പ് പ്രവർത്തിക്കാൻ കഴിയും എന്നുകൂടി ഈ കുട്ടികൾ തന്നെ, ഇപ്പോൾ CBSE 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ തന്നെ കഴിഞ്ഞ ദിവസം തെളിയിക്കുകയാണ്. ഇത്ര അപഹാസ്യരായവരുത്. രാജ്യത്തിൻ്റെ സംവിധാനമാണ്, ഞങ്ങളൊരു പരീക്ഷ നടത്തിപ്പിനായി പോകുന്നു, ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ ശേഷിയില്ലാത്തവരാണ് ഞങ്ങൾ എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഇതിലും ഭേദം എന്നുള്ളതാണ് വസ്തുത. പിന്നെ
ഒരു പരീക്ഷാ നടത്തിപ്പാണോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരോടൊന്നും നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണി ഇവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ കുട്ടികളുടെ വികാരം, അവരനുഭവിക്കുന്ന സമ്മർദ്ദം, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഇതൊരു തമാശ കളിയായിട്ട് നടത്തുകയാണ്. എന്നിട്ട് പറയാണ് ആപ്പ് അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ, ടെലഗ്രാം അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ രാജ്യത്ത് വ്യാജ വിവരങ്ങൾ തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാണ്. ഇത് കൂടി ഈ വിലക്കിലൂടെ എല്ലാം സുരക്ഷിതമാണ് എന്നൊക്കെ പറയുന്നത്. ഇതിനു മുമ്പ് ഇതിലും വലിയ സുരക്ഷിതത്വ പരിപാടികൾ നടത്തി ഇത് ഭയങ്കര സുതാര്യമാണ് എന്നാണ് സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ വിവാദങ്ങൾ എല്ലാം എടുക്കൂ. CBSEയുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിലുണ്ടായ സംഗതികൾ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതിലൊന്നും കുറ്റം സമ്മതിക്കത്തില്ല. പിന്നെ തെളിവുകൾ സഹിതം ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വരുമ്പോഴാണ് അന്വേഷണം, നടപടി എന്നൊക്കെ പറഞ്ഞുള്ള കണ്ണിൽ പൊടിയിടൽ പരിപാടികൾ നടത്തുകയാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഏതോ ഒരു ആപ്പ് പൂട്ടിവെച്ച് കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമാണ് എന്ന് മാലോകരെ ധരിപ്പിക്കാനുള്ള ഒന്നാം തരം അടവ് മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇവരും ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. യെസ്, അജിം സാർ, NTA പറയുന്നു ടെലിഗ്രാം പൂട്ടണം. അത് കേട്ട മതി, കേൾക്കാത്ത മതി, IT മന്ത്രാലയം വന്നാൽ അതൊക്കെ പൂട്ടാമെന്ന് പറയുന്നു. ഇത് സ്വയം പരിഹാസ്യരാവുകയല്ലേ കേന്ദ്രം അതുപോലെ തന്നെ NTA? ഈ ടെലിഗ്രാം ബാനിന് പിന്നിൽ NTA-യുമായോ നീറ്റ് എക്സാമുമായോ ഒരു ബന്ധവുമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് NTA-യുമായി ബന്ധപ്പെട്ടോ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടോ ഒരു നിരോധനമേ അല്ല. ടെലിഗ്രാമിൻ്റെ ഫൗണ്ടർ CEO പവൽ ദുറോ ആരോപിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ റിലയൻസ് ആണ് എന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എന്താണ് റിലയൻസിന് ഇതിൻ്റെ കാര്യം? റിലയൻസ് എന്ന് പറഞ്ഞാൽ അംബാനിയാണ്. അപ്പോൾ റിലയൻസിന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, ജിയോ. അവർക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്, ടെലിവിഷൻ, സാറ്റലൈറ്റ് ടെലിവിഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക്. അപ്പോൾ മെറ്റ അവരിലൊരു മൈനർ സ്റ്റേക്ക് ഹോൾഡറാണ് ജിയോ. ഈ റിലയൻസ് അല്ല, ഈ പറയുന്ന ജിയോ മൈനർ സ്റ്റേക്ക് ഹോൾഡർ, ചെറിയ സ്റ്റേക്കേ ഉള്ളൂ. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജിയോ വരുന്ന ഇൻ ഫ്യൂച്ചർ ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരികയാണ്. അത് അവരുടെ ഈ പറയുന്ന OTT, അതുപോലെ ഇൻ്റർനെറ്റ്, ലൈവ് TV, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധമായ പദ്ധതികളെ ഏകോപിപ്പിക്കുന്ന രീതിയിൽ വാട്സപ്പുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അത് ഉടനെ തന്നെ വരും. ടെലഗ്രാം CEO പവൽ ദുറോവ് ആരോപിക്കുന്ന ഒരു കാര്യം, ടെലഗ്രാമിനെ പല വിധത്തിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പലയിടങ്ങളിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നതാണ്. ചെറിയ ആരോപണമല്ല. ഒരു കമ്പനിയുടെ CEO ആണ് ആരോപിക്കുന്നത്, മറ്റൊരു കമ്പനി തങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിക്കണം. നേരത്തെ നിഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടില്ല, 2013 വാട്സപ്പ് ഈ സുക്കർബർഗ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഓൾറെഡി ഒരു മെസ്സഞ്ചർ ഉണ്ട്, ഫേസ്ബുക്കിന് ഒരു മെസ്സഞ്ചർ ഉണ്ട്, നമ്മുടെ ഫോണിലെല്ലാം ഫേസ്ബുക്കിൻ്റെ ഒരു മെസ്സഞ്ചർ ആപ്പ് ഉണ്ട്, പിന്നെ എന്തിനായിരിക്കും ഈ വാട്സപ്പ് ഇയാൾ ഏറ്റെടുക്കുന്നതെന്ന് ആലോചിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, അതിനുശേഷം 2014 മോദി അധികാരത്തിൽ വരുന്നത്. ഈ 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായ വിദ്വേഷ പ്രചാരണങ്ങളുടെ ഒരു എക്കോസിസ്റ്റം പരിശോധിക്കുക. ആദ്യം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നു. ഫേസ്ബുക്കിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് അത് കൂടുതൽ വൈഡർ റീച്ച് ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, അത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ കൂടി ഇപ്പോൾ ഉണ്ട്. അത് പിന്നീട് ഉണ്ടാക്കിയതാണ്. മുമ്പ് അത് ഷെയർ ചെയ്യുന്ന അങ്ങോട്ടാണ്, മെസ്സഞ്ചറിലേക്കാണ് ഷെയർ ചെയ്യുക, പിന്നെ അത് നേരെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതായത് ഫേസ്ബുക്കിൽ 10-100 പേർ മാത്രം കാണുന്ന ഒരു പോസ്റ്റ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു എക്കോസിസ്റ്റമാണ് മെറ്റ ഉണ്ടാക്കിയെടുത്തത്. അതായത് വിദ്വേഷ പ്രചാരണത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഇൻഫ്രാസ്ട്രക്ചറാണത്. ഇന്ത്യയിൽ അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ആ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് വഴി രാജ്യം മുഴുവൻ പ്രചരിക്കുന്നു. ഇനിയിപ്പോൾ ജിയോ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജിയോ ചെയ്യാൻ പോകുന്നത് എന്താണ്? ജിയോ ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ വാട്സപ്പുമായി ലിങ്ക് ചെയ്യിക്കുകയാണ്. വാട്സപ്പുമായിട്ട് ടൈപ്പാണ് അതിൽ. അത് എത്രമാത്രം മാരക പ്രഹര ശേഷിയുള്ള എന്തായി മാറും എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാം. നമുക്കിപ്പോൾ അതിനെപ്പറ്റി അറിയില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നത് പവൽ ദുറോവിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി എങ്ങനെയാണ് വാട്സപ്പും ടെലഗ്രാമും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്സപ്പിനാണ് കുറേ കൂടി റീച്ച് എല്ലാവരുടെ കയ്യിലുള്ളത്, എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാട്സപ്പാണ്. പക്ഷേ ടെലഗ്രാം ആസ് ആൻ ആപ്പ്, ഒരു ആപ്പ് എന്ന നിലയിൽ വാട്സപ്പിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു മെസ്സഞ്ചർ ആപ്പ് എന്നതിലുപരി ഒരു ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമുക്ക് ബോട്ടൊക്കെ ഉപയോഗിക്കാം, പല വിധത്തിലുള്ള ബോട്ടുകളുണ്ട്. പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും ബോട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കുറേ കൂടി ഓപ്പൺ ആണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് ആരൊക്കെ ഉപയോഗിക്കുന്ന വെബ് ഡെവലപ്പേഴ്സ് മുതൽ കോഡിങ് നടത്തുന്നവർ മുതൽ പലതരത്തിലുള്ള പ്രൊഫഷണൽസ് ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. കാരണം വാട്സപ്പിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഫയൽ ഷെയറിങ്ങോ ഒട്ടും തന്നെ ക്വാളിറ്റി ചോർന്നു പോകാതെ, വാട്സപ്പിനേക്കാൾ ഒട്ടും കംപ്രസ്ഡ് ആവാതെ, വാട്സപ്പിൽ കംപ്രസ്ഡ് ആവും, ഒട്ടും കംപ്രസ്ഡ് ആവാതെ നമുക്ക് ഫയൽസ് അയക്കാൻ കഴിയുന്നു. അപ്പോൾ അതൊരു വർക്ക് സ്റ്റേഷൻ കൂടിയായി മാറിയിരിക്കുകയാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പ്രൊഫഷണലുകളെ സംബന്ധിച്ച്, നമ്മൾ സാധാരണ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ടെലഗ്രാം നോക്കുമ്പോൾ സിനിമ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പാണ്. അങ്ങനെയല്ല, ടെലഗ്രാം കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് പ്രൊഫഷണൽസാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഭരണകൂടം ടെലഗ്രാമിനെ നീറ്റ് പരീക്ഷയുടെ പേരിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ചോദിക്കുന്ന കാര്യം, എൻ്റെ സ്വർണം മോഷ്ടിക്കും, ഇന്ന് രാത്രി എൻ്റെ സ്വർണം മോഷ്ടിക്കും, അതുകൊണ്ട് രാജ്യത്ത് ഒരു വണ്ടിയും ഓടാൻ പാടില്ല, കാരണം സ്വർണം മോഷ്ടിക്കുന്ന മോഷ്ടാവും ആ വണ്ടിയിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് വണ്ടി ബന്ദ് പ്രഖ്യാപിക്കുന്ന പോലെയാണ് ടെലഗ്രാം ചോദിക്കുന്നത്. ചോരാതെ നോക്കിയാൽ പോരെ, അത് സ്പ്രെഡ് ചെയ്യുന്നത് ടെലഗ്രാമിലൂടെയാണ്, അത് ചോരാതെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്യം അതല്ല, ലക്ഷ്യം ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള റൈവലറിയാണ്. അതിൽ എന്താണ് നമ്മുടെ ദേശീയ മുതലാളിമാർക്ക് അനുകൂലമായൊരു നടപടിയാണ്. മുമ്പ് മെറ്റയ്ക്ക് വേണ്ടി ടിക്ടോക്ക് നിരോധിച്ചതുപോലെ ഇപ്പോഴിതാ ജിയോയ്ക്ക് വേണ്ടി ടെലഗ്രാം നിരോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, അങ്ങനെ പല അജണ്ടകളും ഇതിന് പിന്നിലുണ്ട്, ഈ ബ്ലോക്കിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തൽ വരുന്നത്. എന്തായാലും ഒന്ന് പറയട്ടെ, കൃത്യമായ രീതിയിൽ വൃത്തിയായി ഒരു പരീക്ഷ പോലും നടത്താൻ കഴിയാത്ത സംവിധാനമായി NTA-യും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പരീക്ഷയുടെ പേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ ഒരു ആപ്പ് തന്നെ ദിവസങ്ങളോളം ബാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ.